വറീത് മുതലാളിയല്ലേ? അതെ. ഞാൻ നീലഗിരി ബേക്കറീസിന്റെ ഉടമ മിസ്റ്റർ PC പേരോന്റെ പകരാണ്. പേര് ഗോപകുമാർ. ഓ, ദുബായിൽ നിന്ന് വന്നു. ഞാൻ ദുബായിലുള്ള ബിസിനസ് ഒക്കെ വിട്ടു. ഇപ്പോ ഇവിടെയുള്ള ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കിടാ ഇത് എന്റെ മകൻ റോഷൻ, ബാംഗ്ലൂർ പഠിക്കുന്നു. ഹലോ. ഹലോ. ഇരിക്കും. ഇതെന്റെ വൈഫ്, ഭാര്യ. ഓഹോ, ഇരിക്കണം. ഞങ്ങൾക്ക് അത്യാവശ്യമായി ഒരു 10,000 eggs, 10,000 മുട്ടകൾ വേണം. നാളെ തന്നെ ഒരു ബൾക്ക് എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, നാളെ തന്നെ അയക്കാമല്ലോ. ശരി, അപ്പോൾ ഞങ്ങൾ വരട്ടെ. ശരി. See you, Mr. റോഷൻ. പിന്നെ ഫിക്സഡ് ഗ്രാമിൽ ഒട്ടും കുറയരുത്. താങ്ക് യു. രാമേന്ദ്ര, നാളത്തെ ഫസ്റ്റ് ട്രിപ്പ് നീലഗിരിക്ക് തന്നെ ആയിക്കോട്ടെ. ശരി സാർ. നമസ്കാരം സാർ. ഇൻവോയ്സ് അല്ലേ? ഇറങ്ങോ. ശരി. ഇറക്കാൻ. Good morning, uncle. ഗുഡ് മോർണിംഗ്. I am Roshan from Roshan Poultry. വരീത് മുതലാളിയുടെ സണ്ണാണ്. ഓഹോ, വരീത് മുതലാളിയുടെ മകനാണല്ലേ. ഇരിക്കൂ. കുടിക്കാൻ? No thanks. ചെറുപ്പത്തിൽ കണ്ടതാ. ബാംഗ്ലൂർ പഠിക്കാണല്ലേ? Yeah, final medicine. വെരി ഗുഡ്. I was going to meet my friend, you know. Then my father interested me something to give you. എന്തോ ഇൻവോയ്സ് ആണെന്ന് തോന്നുന്നു. ലോഡിന്റെ കാര്യം ഞാൻ വിളിച്ചു പറയാണ്ടിരിക്കായിരുന്നു. ഏതായാലും പേയ്മെന്റ് കയ്യോടെ കൊണ്ടുപോയിക്കോളൂ. ഓ നോ, അത് ഡാഡി വന്ന് വാങ്ങിക്കോളും. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഓക്കെ മിസ്റ്റർ റോഷൻ, ആ പഴയ ഒരു പേയ്മെന്റ് ബാലൻസ് ഉണ്ട്, അതും കൂടെ കൊണ്ടുപോയിക്കോളൂ. വെൽ 6300. ഒരു 10,000 രൂപയ്ക്ക് വൗച്ചർ എഴുതിക്കോളൂ. പെൻ പ്ലീസ്. ആ, ഡാഡിക്ക് പുതിയ ബൾക്ക് എക്സ്പോർട്ട് ഓർഡർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ ലോഡ് വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഓ ഷുവർ ഷുവർ. 10,000? യെസ്, 10,000. അദ്ദേഹത്തെ പണ്ടേതോ ഒരു ആശുപത്രിയിൽ വെച്ചുള്ള പരിചയമാണ്. ആരുമില്ലാത്തൊരു കൊച്ചു പയ്യന് വേണ്ടി രാത്രികൾ ഉറക്കമൊഴിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ കിട്ടുന്നതെല്ലാം അച്ഛന്റെ ബാങ്കിൽ നിക്ഷേപിക്കലായി. തിരിച്ചെടുക്കാനല്ല, ആ കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ നാളെ ഞാൻ പറഞ്ഞതുപോലെ ആന ഇറങ്ങിയതും വീഴും. എങ്ങനെയുണ്ട് ഐഡിയ? നന്നായിരിക്കുന്നു. ബ്ലൂ ജാഗറാണല്ലേ? ഇതിന്റെ കമ്മലും ഉണ്ടോ? ഉണ്ടല്ലോ. മോളെ, താങ്ക്സ്. നമസ്കാരം. എന്താ? ഞാൻ കണിയാമ്പറ ഷട്ടേഴ്സ് വരാണേ. ഇവിടെ ഷട്ടറ സർവീസ് ചെയ്യണ്ടേ? അതെ അതെ, ചെക്കൻ പിടിച്ചിട്ട് അനങ്ങുന്നില്ല. ഒക്കെ ശരിയാക്കാന്നേ. എന്താ പേര്? ഞാൻ ദിലീപാണ്. ദിലീപേ, ഇത് സ്ഥലം ഇട്ടോളൂ. ഞാനാ ചെയ്തതാ. ഹൈ, എന്നെ വഴി നടന്ന് അവളടിച്ചിട്ട്
നീ. അവിടെ അവിടെ ഒന്ന് വേഗം വരൂ സാർ. അവിടെ എവിടെ എന്റെ വയറിനേക്കാൾ ഇവിടെ ഇവിടെ നല്ല സെറ്റ്. വരണം സാർ, അങ്ങോട്ട് പോയി കാണും സാർ. ഇതിലെങ്ങോട്ടാ പോയത്? എന്താണ് മുൻപ് പറഞ്ഞ ദിലീപിനെ പറ്റി എനിക്കൊന്ന് അറിയണം. ഇത് സാരമില്ല, അവളെ എനിക്കറിയാവുന്നേ. മൈ റെസിഗ്നേഷൻ സർ. സിവിൽ സപ്ലൈ കോട്ടയിൽ കിട്ടേണ്ട ഗോതമ്പ് ഗവൺമെന്റ് അറിഞ്ഞ് തുറമുഖത്ത് നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഇത്രയല്ലേ വേണ്ടൂ? 1,00,000 രൂപ മന്ത്രിക്ക്, 10,000 രൂപ എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് 5 പോരെ? അതെന്താണ് കാവറൂട്ടി? ഒരു കിലോവേ നിങ്ങൾക്ക് 1 രൂപ ലാഭം കിട്ടും. ഒരു ചാക്ക്, 1 ലോഡ്, അങ്ങനെ എത്ര എത്ര. എന്താ കറിയ കൂട്ടിയെ? പിന്നല്ലാണ്ട് അനക്ക് 10 10 കബൂലെ കബൂല്. ഹലോ, ബാലേന്ദ്രനാണോ? ഞാൻ ദിലീപ് കുമാർ. നിങ്ങൾ അവിടെ പോയി പറഞ്ഞാ മതി. ഹേ, ഹലോ, ബാലു ആണോ? ഞാൻ ദിലീപ്. പോയാലൊക്കെ നടന്നോ? ഇതാണ് ഞാൻ പറഞ്ഞത്. സംസർഗായേ ഗുണ ദോഷാഗുണ ഭവന്തേ. ആരോട് സംസർഗം പുലർത്തുന്നുവോ അപ്പോഴേ നമുക്കൊന്ന് കാണണമല്ലോ. കാര്യമുണ്ടെന്ന് വെച്ചോളൂ. എപ്പോഴാണ്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ മന്ത്രിയായിട്ട് പെരുത്ത് ലോകത്തിലാ? എന്റെ കാവറൂട്ടി സാഹിബേ, 5ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് ചാടിയതാ. അവൻ രാഷ്ട്രീയം ജീവിതമാക്കി, ഞാൻ പിന്നെ എപ്പോ എവിടെയും കയറി ചെല്ലാം. ഇരിക്കണം. എന്താണ് മലക്കോണത്? മാലയിട്ടതല്ലേ ഉള്ളൂ. മനസ്സിലായില്ലല്ലോ. പിയെ പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ കാവറൂട്ടി. ഓ, റസീന ഫ്ലവർ മിൽസിന്റെ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ സിവിൽ സപ്ലൈന്റെ ഗോതമ്പിന്റെ ഇത്തവണത്തെ കോട്ട ഞമ്മക്ക് കിട്ടണം. നിങ്ങളാണല്ലോ അതിന്റെ മന്ത്രി, അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്നത്. അത് ഞാൻ... നിങ്ങളൊന്നും പറയണ്ട, ഇതെങ്ങളെ മേങ്ങി വെച്ചാളി. പണമാണോ? തന്നെ പൈസ തന്നെ. മിസ്റ്റർ ഖാറൂട്ടി, നിങ്ങളിലൂടെ ഞാൻ കാണുന്നത് ജനലക്ഷങ്ങളെയാണ്. നിങ്ങൾ ഗോതമ്പ് വാങ്ങുന്നു, പൊടിക്കുന്നു, അത് തിരിച്ച് ഗവൺമെന്റിന് തന്നെ കൊടുക്കുന്നു. ലക്ഷങ്ങൾ അത് ഭക്ഷിക്കുന്നു. നടക്കട്ടെ. കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൈപിടിച്ച് കരകയറ്റുക, അതിൽ നിന്നുണ്ടാകുന്ന ആത്മസംതൃപ്തി, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. മൈ മോട്ടി. ഹലോ, സിവിൽ സപ്ലൈസ് മിസ്റ്റർ രാമൻ ഉണ്ടോ? രാമൻ, ഞാൻ ബാലേന്ദ്രനാണ്. മിനിസ്റ്റർ തന്നെ. ഇപ്രാവശ്യത്തെ ഗോതമ്പിന്റെ സ്പെഷ്യൽ കോട്ട റസീന ഫ്ലവർ മിൽസിന് കൊടുത്തേ. അല്ല, നമ്മളെ പാർട്ട്ണർ കരീം അവിടെ ഉണ്ടാവും. ഈ സാങ്ഷൻ അടിച്ച് ഓന്റെ കൊടുത്തിട്ട് നിങ്ങളാളോട് ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയും. എന്താ മിസ്റ്റർ, ഞാൻ പറഞ്ഞാൽ പോരുന്നുണ്ടോ? അതല്ല, നിങ്ങളെപ്പോലുള്ള ആളന്മാര് അങ്ങോട്ട് വിളിച്ചു പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോ ഓല പത്രാസ് കാണണം. അതാണ്. മിസ്റ്റർ രാമൻ, റസീനയുടെ പാർട്ണർ മിസ്റ്റർ കരീം അവിടെയുണ്ട്. സാങ്ഷൻ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ.
ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇലക്ഷനൊക്കെ ഭയങ്കര ചെലവാ. മുള വാങ്ങി പന്തലിട്ട് 4 മൈതാന പ്രസംഗം നടത്തുമ്പോ ചെലവാകുന്നത് ലക്ഷങ്ങളല്ലേ. ഹലോ. ആ ആ ഓക്കെ രാമൻ. താങ്ക് യു. കാറൂട്ടി സാങ്ഷൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ അവിടെ ചെന്നാളോ ബുദ്ധിമുട്ട് ഓർത്ത് പറഞ്ഞു പോയതാ. സാരമില്ല. അപ്പൊ നമ്മള് വരട്ടെ. വരട്ടെ. പിന്നെ മുള വാങ്ങിച്ചു. ഐ ജി ദിവാനല്ലേ? യെസ് പ്ലീസ്. ഞാനാണ് ഭക്ഷ്യം ബാലേന്ദ്രൻ. ദിപു അവന് റസീന ഫ്ലവർ മില്ലുകാരനല്ലേ? ആ കാവറൂട്ടി കള്ള കഴിവറുടെ മോൻ അവനെ ഒന്ന് പൊക്കണം. നാട്ടിൽ 4 പേര് കഞ്ഞി കുടിച്ചോട്ടെ എന്ന് കരുതി ഗോതമ്പ് സപ്ലൈ അവന് കൊടുത്തു. അവൻ എന്റെ നേരെ കൈക്കൂലം കിട്ടിയിരിക്കുന്നു. എന്റെ രാഷ്ട്രീയ ബോധം ധനശേഖരണമല്ല, ജനസേവനമാണ്. അവൻ എന്ത് വിചാരിച്ചു? കാശിന്റെ പുറത്ത് മറിയുന്നവരും 7ആം കൂലിയാണെന്നോ?